നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് MLA സ്ഥാനം ഒഴിയുമെന്ന് PC ജോർജ്. സ്പീക്കർ രാഷ്ട്രീയ തീരുമാനമെടുക്കൂ എന്ന് ബോധ്യമായി. ഇനി കേരള കോൺഗ്രസ് സെക്യുലറിന്റെ നേതൃത്വം ഏറ്റെടുക്കും. ഇടതുപക്ഷമാണ് ശരി. ജേക്കബ് തോമസ് IPF-നെതിരെ പ്രതികാര നടപടി തുടർന്നു. മാധ്യമങ്ങളോട് സംസാരിച്ചതിന് വിശദീകരണം തേടും. അഗ്നിശമന സേനയിൽ നിന്ന് മാറ്റിയതിന് മുഖ്യമന്ത്രി പറഞ്ഞ കാരണം തെറ്റ്. ജേക്കബിനെതിരെ ഒരു പരാതിയുമില്ലെന്ന് വിവരാവകാശ രേഖ. ഹരിയാനയിലെ ദലിത് കൂട്ടക്കൊലയിൽ പ്രതിഷേധം ഇരമ്പുന്നു. കുഞ്ഞുങ്ങളുടെ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. CBI അന്വേഷിക്കുമെന്ന് സർക്കാർ. ഫോട്ടോയിൽ മുഖം വരാനാണോ വന്നതെന്ന് ചോദിച്ച റിപ്പോർട്ടറോട് ക്ഷുഭിതനായി രാഹുൽ. What is it a photo of? What do you mean? People are dying left, right and center in this country. People are being beaten up in this country. What do you mean it's an open photo op? Yes, absolutely I will visit. I will visit again and again and again. ദാദ്രി സംഭവം മതേതരവാദികൾ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് RSS. കൊല ആസൂത്രിതമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. SNDP യോഗം BJP സഖ്യം മുലയുന്നു. കൊല്ലത്തും ആലപ്പുഴയിലും ഭിന്നത രൂക്ഷം. അടൂരിൽ SNDP യോഗവേദിയിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധം. വെള്ളാപ്പള്ളി നടേശൻ ഈ ഭവനത്ത് വന്നിട്ടില്ല, ഒരു കാര്യങ്ങൾക്ക് വന്നിട്ടില്ല. ഇപ്പോഴും വന്നേക്കുന്നത് നരേന്ദ്രമോദിയുടെ അടുത്ത് പോയേക്കുവാ. ഭാര്യയും ഭർത്താവുമല്ല. ഞങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാര മാർഗവുമില്ല. തുഷാർ വെള്ളാപ്പള്ളി പരിപാടിക്കെത്തിയില്ല. കൊച്ചിയിൽ നടക്കേണ്ട അന്ധരുടെ ഏഷ്യ കപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. തീരുമാനം കളിക്കാരുടെ സുരക്ഷ മുൻനിർത്തിയെന്ന് PCB. അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് MLA സ്ഥാനം രാജിവെക്കുമെന്ന് PC ജോർജ്. രാജിക്ക് ശേഷം കേരള കോൺഗ്രസ് സെക്യുലറിന്റെ നേതൃത്വം ഏറ്റെടുക്കും. സ്പീക്കറുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ തീരുമാനമേ ഉണ്ടാകൂ എന്ന് വ്യക്തമായി. ഇടതുപക്ഷം ശരിയാണെന്നാണ് തോന്നുന്നതെന്നും PC ജോർജ് പറഞ്ഞു. ഞാൻ രാജിവെക്കാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും UDF-ന് അകത്ത് ഒരു നിഷ്പക്ഷോട് പറയാം, ഒരു നിയമസഭ ചേരുമ്പോൾ തീർച്ചയായും UDF-ന് അനുകൂല വോട്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് നിയമം അനുസരിച്ച്. ആ നിയമം പാലിക്കാതിരിക്കാൻ പറ്റിയാൽ എനിക്ക് UDF-ന് അനുകൂല വോട്ട് ചെയ്യുന്നതിന് മനസാക്ഷിക്ക് വിരുദ്ധവുമാണ്. ആ നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ജനങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ MLA സ്ഥാനം രാജിവെക്കുക എന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ ഞാൻ കാണിക്കുന്ന ഒരു മൂന്നാം തരമായിട്ട് നിഷ്പക്ഷമതികൾ കരുതും. എൻ്റെ ധാർമ്മികതയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഒരു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പാർട്ടിയുടെ ചെയർമാൻ TS ജോൺ അദ്ദേഹമാണ്. അത് അവർ കൂടി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നിയമസഭാജിത്വം രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സെക്യുലർ പാർട്ടിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശരി എന്നെൻ്റെ മനസ്സാക്ഷി പറയും. അത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതുപോലെ അഴിമതിയുള്ളൊരു ഗവൺമെൻറ് ഉണ്ടായിട്ട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം തോമസ് ഉണ്ണിയാടൻ, ചീഫ് വിപ്പ്, ഒപ്പം തന്നെ PC ജോർജ്, മലയത്ത് പ്രതാപൻ, PC ജോർജിൻ്റെ സെക്യുലർ പാർട്ടിയുടെ നേതാവ്, PS ശ്രീധരൻപിള്ള BJP നേതാവ്, ജേക്കബ് ജോർജ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം മലയത്ത് പ്രതാപൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം വേഗത്തിലെടുത്തത്? കഴിഞ്ഞ ദിവസം ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷൻ VM സുധീരനും ഒക്കെ തന്നെയും മൊഴി നൽകിയ. അതിനുശേഷം ടെലിഫോൺ ലൈനിൽ ഇതേ പരിപാടിയിൽ സംസാരിച്ചപ്പോൾ രാജി തീരുമാനം ഞാൻ അങ്ങനെ വെളിപ്പെടുത്തിയാൽ പിന്നെ എൻ്റെ പദ്ധതികളെല്ലാം പാളില്ലേ എന്ന നിലപാടായിരുന്നു ശ്രീ PC ജോർജ് എടുത്തത്. ഇന്ന് ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനലിനോടാണ് PC ജോർജ് രാജി തീരുമാനം അറിയിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ? ഇതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഹൈക്കോടതി തന്നെ അവസാനിപ്പിച്ചത് PC ജോർജിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്നും, പക്ഷെ ആ നിയമം ഉണ്ടാക്കിയത് സ്പീക്കർ ആയതുകൊണ്ട് സ്പീക്കർ തന്നെ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ള പരാമർശങ്ങളോടുകൂടിയാണ് ഹൈക്കോടതി ആ കേസ് തള്ളിയത്. അപ്പൊ നീതി പൂർണ്ണമായ ഒരു നീതിയുടെ ലഭ്യതയല്ല, സ്വാഭാവിക നീതി പോലും ലഭിക്കില്ല എന്ന് ശ്രീ PC ജോർജിന് ബോധ്യമായാൽ അദ്ദേഹത്തിന് രാജിവെക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? സ്വാഭാവിക നീതി ലഭിക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് ദയവായി തുടരുക. തോമസ് ഉണ്ണിയാടൻ, ചീഫ് വിപ്പ്, ടെലിഫോൺ ലൈനിലുണ്ട്. തോമസ് ഉണ്ണിയാടൻ, PC ജോർജ് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് കാത്തു നിൽക്കാതെ MLA സ്ഥാനം രാജിവെക്കാൻ പോകുന്നു. എന്താണ് പ്രതികരണം? അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ, അദ്ദേഹം രാജിവെച്ചോട്ടെ. പക്ഷേ അദ്ദേഹത്തിന് എതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന ഡിസ്ക്വാളിഫിക്കേഷനുള്ള പെറ്റീഷൻ ഞാൻ തുടരും. കാരണം അത് തുടരുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിനെതിരെ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അംഗത്വം സ്വയം ഉപേക്ഷിച്ചു പോയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള പെറ്റീഷൻ നൽകിയിട്ടുള്ളത്.
അത് തുടരും. അത് അടുത്ത 25-ാം തീയതിയിലേക്ക് അത് തെളിവെടുപ്പിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം രാജിവെക്കാനുള്ള അദ്ദേഹം തീരുമാനമല്ലേ, അദ്ദേഹം അത് നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കിക്കോട്ടെ. പക്ഷേ ഞാൻ കൊടുത്തിരിക്കുന്ന ഹർജിയുമായി ഞാൻ മുന്നോട്ട് പോകും. എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? അത് രാജിവെക്കാൻ തീരുമാനിച്ച ഒരാളെ ഇനിയിപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിൽ എന്താർത്ഥം? അത് രണ്ടും രണ്ടല്ലേ. അദ്ദേഹത്തിന് MLA സ്ഥാനം വേണ്ട എന്നുള്ളത് കൊണ്ട് അദ്ദേഹം രാജിവെച്ച് പോകുന്നു. എന്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടി നീതി കാണിക്കാതെ, പാർട്ടിയോട് കൂറ് കാണിക്കാതെ, പാർട്ടിയുടെ ഭരണഘടനയ്ക്കും ചട്ടങ്ങൾക്കും ഒക്കെ വ്യത്യസ്തമായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരാളാണ്. അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിധേയമാകേണ്ടി വരും എന്നുള്ള സന്ദേശം കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ നിലയിൽ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ നിലയിൽ പാർട്ടിയോട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ശ്രീ തോമസ് ഉണ്ണിയാടൻ, ആകണ്ടേ? കെ മാണിക്കെതിരെ അഴിമതി ആക്ഷേപം വന്ന സമയത്ത് അത് പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു സംശയാസ്പദമായ ഇക്കാര്യത്തിലൊരു സംശയം തൻ്റെ സംശയം വെളിപ്പെടുത്തുകയായിരുന്നു PC ജോർജ് ചെയ്തത്. ആദ്യം നിങ്ങൾ അദ്ദേഹത്തെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി, അത് കഴിഞ്ഞതിന് ശേഷം ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കി, ഇപ്പോൾ MLA സ്ഥാനത്ത് നിന്നും നീക്കുന്നു. നിങ്ങൾ ഈ ഉദ്യമത്തിന് മുതിർന്നില്ലായിരുന്നു എങ്കിൽ PC ജോർജ് MLA സ്ഥാനം അഴിമതി ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ച PC ജോർജിന് 3 സ്ഥാനങ്ങൾ നഷ്ടമായി. അഴിമതി ആക്ഷേപം ആർക്കെതിരെയാണോ ഉയർന്നു വന്നിട്ടുള്ളത് ആ ആളിപ്പോഴും മന്ത്രിയായി തുടരുന്നു. എന്തൊരു വിരോധാഭാസമാണിത്? നികേഷേ, ഈ പറഞ്ഞത് ഒന്നും ഒരു വാസ്തവമല്ല നികേഷ്. ഒന്ന്, അഴിമതി ആരോപണം എന്ന നിലയിൽ ശ്രീ PC ജോർജ് പറഞ്ഞാൽ ഇവിടെ കെ മാണി സാർ ഒന്നും അഴിമതിക്കാരനാകില്ല. അദ്ദേഹം PC ജോർജ് മാത്രമല്ല പറയുന്നത്, കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. പോട്ടെ, അത് പോട്ടെ, പറഞ്ഞോളൂ. അത് പോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ PC ജോർജ് നീക്കം ചെയ്തിട്ടില്ല. അത് തെറ്റാണ്. PC ജോർജ് ചെയർമാൻ അല്ല, വൈസ് ചെയർമാൻ ആയിരുന്നു. അദ്ദേഹം വൈസ് ചെയർമാൻ ഞങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. അതായത് പാർട്ടിയിൽ നീക്കം ചെയ്തിട്ടില്ല, MLA സ്ഥാനത്ത് നീക്കം ചെയ്തിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ്. പാർട്ടിയിൽ ഒരു സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ. അതെ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതായത് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരി, നിൽക്കുന്നു. താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ R ബാലകൃഷ്ണപിള്ള, PC ജോർജ് നിയമസഭാംഗത്വം രാജിവെക്കാൻ ഒരുങ്ങുന്നു. അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് PC ജോർജ് MLA സ്ഥാനം രാജിവെക്കുകയാണ്. എന്താണ് താങ്കളുടെ ഈ കാര്യത്തിലുള്ള പ്രതികരണം, ഒരു അനുഭവസ്ഥൻ എന്നുള്ള നിലയിൽ? ഞാനിതിന് അഭിപ്രായം പറയാൻ ഉദ്ദേശിച്ചിരുന്നല്ല. കാര്യം എന്ന് വെച്ചാൽ, മുന്നണി വിടാത്തതിന് ഡിസ്ക്വാളിഫിക്കേഷൻ അനുഭവിച്ച ആളാണ് ഞാൻ. അതായത് മുന്നണി വിടാത്തതിന് ജോസഫ് ഞങ്ങളിൽ നിന്ന് വിട്ട് അന്ന് മറ്റേ മുന്നണിയിലേക്ക് ജയിച്ചതിനെതിരായ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന് എതിർത്ത മുന്നണിയിലേക്ക് പോയത് തെറ്റാണെന്നും മുന്നണി ജയിപ്പിച്ചത് കൊണ്ട് മുന്നണിയിൽ തുടരണമെന്നും പറഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷിന്റെ നാമനിർദ്ദേശ പത്രിക ഒപ്പിട്ടു എന്ന് പറഞ്ഞ് ഇന്നും കേരള കോൺഗ്രസിലുള്ള അന്നത്തെ മിപ്പോറ്റുമായ ഡോക്ടർ ജോസഫ് കൊടുത്തൊരു, ഞാനത് കണ്ടസ്റ്റ് ചെയ്യാൻ പോയില്ല. കാരണം എന്ന് ചോദിച്ചാൽ, ജോർജ് കണ്ടസ്റ്റ് ചെയ്തു, ഞാൻ കണ്ടസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്തത് ശരിയാണ്, ജനങ്ങളത് അംഗീകരിക്കും എന്നുള്ള നിലയ്ക്ക് ഞാനതിൽ പങ്കെടുക്കുകയോ വക്കീലിനെ കൊണ്ടുപോവുകയോ, ആകെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ എഴുതി കൊടുത്തു. അല്ലെങ്കിൽ മോശമില്ലെന്ന് ഞാൻ റെക്കോർഡ് വരുന്നതാണ്. അതായത് ആകെ ഞാൻ പറഞ്ഞത്, ഞാൻ മുന്നണി വിട്ടിട്ടില്ല, എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളെ വിട്ടിട്ടില്ല, ഞാൻ അവരുടെ മുമ്പിലേക്ക് പോവാണ്, എന്റെ കോടതി കൊട്ടാരക്കരയിലെ ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറിയിരുന്നു. എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഞാൻ അപ്പീലിന് പോയിട്ടില്ല. ജോർജ് യഥാർത്ഥത്തിൽ നേരത്തെ രാജിവെക്കുകയായിരുന്നോ വേണ്ടിയിരുന്നത്? ഇത്രയും കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു? അതെനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, ഞങ്ങളുടെ ഒരു അഭിപ്രായം. പക്ഷേ ഒരു മുന്നണി വിടാൻ തീരുമാനിച്ചപ്പോ ഞങ്ങൾ ചെയ്ത നികേഷേ, ഞാൻ പറഞ്ഞോട്ടെ, ഒരു മുന്നണി വിടാൻ തീരുമാനിച്ചപ്പോ അത് ആ മുന്നണി വിട്ടു പോവുകയും മുന്നണി തുടരുകയും ചെയ്താൽ, ഇപ്പൊ ഈ നേരെ മുമ്പേ സംസാരിച്ച ഉണ്ണിയാടൻ പറഞ്ഞ അല്ല പൊസിഷൻ, ഒരു മെമ്പർഷിപ്പ് ഒരാളുടെ അങ്ങ് പറഞ്ഞതാണ്, നികേഷ് പറഞ്ഞാണ്, ഒരു മെമ്പർഷിപ്പ് പാർട്ടി സസ്പെൻഡ് ചെയ്താൽ ആ പാർട്ടിയിൽ ഈ മെമ്പർഷിപ്പിന്റെ പേരിൽ ലഭിക്കുന്ന ഒരു പദവികളും പിന്നെ നിലനിൽക്കില്ല. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥിതിയല്ലേ. ഇപ്പൊ MLA അല്ലാത്ത ആൾക്ക് മന്ത്രി ആയിരിക്കാനൊക്കോ, സ്പീക്കർ ആയിരിക്കാനൊക്കോ, വീപ്പായിരിക്കാനൊക്കോ, MLA സ്ഥാനം റദ്ദ് ചെയ്താൽ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്താൽ പിന്നെ തുടരാനൊക്കോ ഏതെങ്കിലും സ്ഥാനം പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് MLA സ്ഥാനം സസ്പെൻഡ് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. അത് വേറെ അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്. ശ്രീ ജോർജ് ഉണ്ണിയാടൻ, ശ്രീ തോമസ് ഉണ്ണിയാടൻ,
അല്പം മുമ്പ് ശ്രീ പി സി ജോർജ് സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടത്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല, കിട്ടുമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയും വി എം സുധീരനും സ്പീക്കർക്ക് മുമ്പാകെ നൽകിയ മൊഴി, ആ മൊഴി കാണുമ്പോൾ ഉമ്മൻചാണ്ടി കുറേയൊക്കെ സത്യസന്ധത കാണിച്ചു, വി എം സുധീരൻ പച്ച നുണയാണ് സ്പീക്കറുടെ മുമ്പാകെ പറഞ്ഞത്. ഇതൊരു രാഷ്ട്രീയ തീരുമാനം ആയിട്ടാണ് വരാൻ പോകുന്നത്. അതായത് സ്പീക്കറിൽ തനിക്ക് വിശ്വാസമുണ്ട് എങ്കിൽ തന്നെയും സ്പീക്കറിന് പരിമിതികളുണ്ട്. ശക്തൻ എടുക്കാൻ പോകുന്ന രാഷ്ട്രീയ തീരുമാനം ആണ് നടപ്പിലാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനമാണ് ശക്തൻ നടപ്പാക്കാൻ പോകുന്നത് എന്നാണ്. ആ നിലയിലാണോ പദ്ധതികൾ നിങ്ങൾ എല്ലാവരും കൂടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്? നികേഷേ, ഞാൻ ഈ കേസ് ഫയൽ ചെയ്തത് ജൂലൈ മാസം 21-ാം തീയതിയാണ്. ഞാൻ ഈ കാര്യത്തിന് ആവശ്യമായ തെളിവുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊടുക്കാനുള്ള മൊഴി ഞാൻ കൊടുത്തു. എന്നെ അവർ ക്ലോസ് ചെയ്തു. എന്റെ ഭാഗത്തു നിന്ന് സാക്ഷികളെ നൽകി, അവരെ വിസ്തരിച്ചു, അവരെ ക്ലോസ് ചെയ്തു. ഞാൻ ഡോക്യുമെന്റ്സ് മുഴുവൻ ഹാജരാക്കി. അതിനുശേഷം ശ്രീ പി സി ജോർജിന്റെ സാക്ഷി പട്ടികപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയെയും KPC പ്രസിഡന്റിനെയും ഒക്കെ അദ്ദേഹം കൊണ്ട് വിസ്തരിച്ചത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊണ്ടുവന്ന സാക്ഷികൾ അദ്ദേഹത്തിനെതിരായി പറയുന്നു. അതുകൊണ്ട് ഇനി ഇവരുടെ വേർഷനൊക്കെ ഇങ്ങനെയായിരിക്കും എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പോകുന്നു പറയുന്നത് എന്താ അർത്ഥം ഇരിക്കുന്നത്? അപ്പൊ അവര് യഥാർത്ഥത്തിൽ സത്യമായ കാര്യങ്ങൾ അവിടെ വന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വം സ്വയം ഉപേക്ഷിച്ചു പോകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവര് വസ്തുപരമായ യഥാർത്ഥത്തിൽ കാര്യമായ കാര്യങ്ങൾ പറഞ്ഞു. അത് ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാണ്ട് ഇതേ സംബന്ധിച്ച കാര്യങ്ങൾ ഇവര് ഇങ്ങനെയായിരിക്കും, അത് അങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യം, ഇതിൽ ഒരു കാര്യം വ്യക്തമല്ലേ? ഇത് കേസിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് പരാജയം ഉണ്ടാകും എന്ന് വ്യക്തമായ ബോധ്യം ഏതാണ്ട് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുകയാണ്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പി സി ജോർജ് പറയുന്നത് 10th ഷെഡ്യൂളും 8.3 ഒക്കെ തന്നെയും റൂൾ 8.3 ഒക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെടണം, അതിനുവേണ്ടിയാണ് താൻ നിയമ പോരാട്ടം നടത്തിയത് എന്നാണ്. പി സി ജോർജിന് മറ്റു വഴികളില്ല രാജിവെക്കുക എന്നതല്ലാതെ, അല്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടും എന്നുള്ളതാണ് സ്ഥിതി. പി സി ജോർജ് തന്നെ പറയുന്നത് ഉമ്മൻചാണ്ടിയും വി എം സുധീരനും ഈ നിലയ്ക്ക് മൊഴി കൊടുത്താൽ ശക്തന് മറ്റൊരു വഴിയില്ല എന്നതാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പി സി ജോർജിൻ്റെ ഈ നീക്കം. രാഷ്ട്രീയമായി അതാണോ ശരി? അത് മാത്രമാണോ വഴി? ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കുന്നത് നല്ലതാണ്, നല്ലൊരു കീഴ്വഴക്കമാണ്. കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു, അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് അതിൽ തെറ്റൊന്നുമില്ല. നിയമപരമായിട്ട് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമാണ് ആ കാര്യം ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ 179 ആർട്ടിക്കിൾ 179-ഉം പിന്നെ 10 ഷെഡ്യൂളും ഒക്കെ നോക്കുന്ന അവസരം, ഞാൻ ഇതിനു വേണ്ടി തയ്യാറായി വന്നതല്ല, വേറെ വിഷയത്തിനാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വരുന്ന അവസരത്തിൽ നമ്മുടെ പിന്നെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം വരുമ്പം ഉണ്ടാകുന്ന കാര്യമാണ് ഇതിന് ഏതാണ്ട് ബാധകമായിട്ട് അതിൻ്റെ പ്രീസിഡൻ്റായിട്ട് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ സുമിത്രാ സെൻ്റെ ഇംപീച്ച്മെൻറ്റ് വന്നു. അപ്പോൾ രാജ്യസഭയിൽ ഇംപീച്ച്മെൻറ്റ് പ്രമേയം വന്നു, പാസ്സാക്കി. ലോകസഭയിലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹം രാജിവെച്ചു. ആ മൊമെൻറ്റിൽ രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതോടുകൂടിയിട്ട് അത് കഴിയും. ഇപ്പോൾ 179 പ്രകാരം ഇതേ ഒരു റെസിഗ്നേഷൻ കത്ത് അയച്ചാൽ ആ റെസിഗ്നേഷൻ കത്ത് എൻ്റെ ധാരണ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജഡ്ജിമാരുടെ കാര്യത്തിൽ, ഇംപീച്ച്മെൻറ്റ് വരുന്ന ജഡ്ജിമാരുടെ കാര്യത്തിൽ അക്സെപ്റ്റൻസ് വാങ്ങണം എന്നുള്ളതില്ല. അപ്പോൾ സ്പീക്കർക്ക് കത്ത് അയച്ചു കഴിഞ്ഞാൽ ഇൻ ഇസ് ഓൺ ഹാൻഡ് റൈറ്റിംഗ് 179 പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കത്ത് അയച്ചു കഴിഞ്ഞാൽ ആ കത്ത് അദ്ദേഹത്തിന് റെസിഗ്നേഷൻ ആ മൊമെൻറ്റിൽ തന്നെ പ്രാബല്യത്തിൽ വരും. വന്നു കഴിഞ്ഞാൽ MLA അല്ലാത്തായി തീർന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ മറ്റ് നടപടികളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ പ്രാഥമികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വന്നതല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന അവസരത്തിൽ ഈ ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തിൻ്റെ പ്രൊസീജിയർ ഇതിന് ബാധകമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിയമം പിന്നെ രാഷ്ട്രീയമായിട്ടൊരു ആരോപണം അത് ഉന്നയിച്ചു, ഗൗരവമുള്ള ആരോപണമാണ്. ആ നിലപാടിൽ അഴിമതിയാകുമ്പം എന്തിനാ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ്റെ ബേസ് എന്താ? ബേസ് ഒരു പീനൽ പ്രൊവിഷൻ അല്ലത്. അപ്പോൾ പീനൽ പ്രൊവിഷൻ അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒരാൾ കുറ്റം ചെയ്തു അതിന് ശിക്ഷിക്കുക എന്നുള്ളതല്ല എൻ്റെ പർപ്പസ്. അത് പബ്ലിക്കിൻ്റെ ഈ കൂറുമാറി നമ്മുടെ ധാർമ്മികത രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ അത് ആ തരത്തിലുള്ള പ്രക്രിയ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പോളിസിയോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ അഴിമതിക്കെതിരായിട്ടാണ്, അഴിമതി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ആ നിലക്ക് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ അഭിപ്രായം. തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ഓർത്തു നോക്കുക, ഈ സർക്കാരിനെ, ഉമ്മൻചാണ്ടി സർക്കാരിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു MLA CPM-ൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയുടെ പാളത്തിലെത്തിച്ച ആളെന്ന ഖ്യാതി പി സി ജോർജിനുണ്ട്.
ആ PC ജോർജ് തന്നെ ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് മുന്നണിയിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നും ഇതായിപ്പോൾ MLA സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഇതിനെന്തെങ്കിലും രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകുമോ? LDFനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ആക്സെപ്റ്റബിൾ ആവുമോ രാജിവെച്ച് വരുന്ന PC ജോർജ്? തീർച്ചയായിട്ടും ഈ കാര്യം നികേഷ് പറഞ്ഞത് നോക്കുകയാണെങ്കിൽ നിർഭാഗ്യകരമായി പോയി. ജോർജ് വർഷങ്ങളായിട്ട് എൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു രാഷ്ട്രീയ രംഗത്തെ. അടുത്ത കാലത്ത് ഞാൻ വളരെ നിശ്ചിതമായിട്ട് അദ്ദേഹത്തെ വിമർശിച്ചു. അദ്ദേഹം എന്നെയും കുറേ അധിക്ഷേപിച്ചു. നികേഷിന് അറിയാമല്ലോ, നികേഷിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ. പക്ഷേ എങ്കിലും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു MLA അടർത്തി മാറ്റി എന്നുള്ളത് മാത്രമല്ല, ആ വിജിലൻസ് ജഡ്ജി KP ഹനീഫയെ തെറിപ്പിച്ച ആ സമയം ഓർക്കണം നികേഷ്. എന്ത് ഭീകരമായ ആക്രമണമാണ് ആ ജഡ്ജിക്കെതിരെ ജോർജ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അഴിച്ചുവിട്ട് KP ഹനീഫയെ തെറിപ്പിച്ചില്ലേ തിരുവനന്തപുരത്തുനിന്ന്. അപ്പോൾ അത്രയ്ക്ക് UDFന് വേണ്ടി എല്ലാം ത്യജിച്ച് നിന്ന ആ ജോർജാണ് ഇപ്പോൾ രാജിക്കൊരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ്. തീർച്ചയായും എനിക്ക് വ്യക്തിപരമായിട്ട് ജോർജിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ആ സാഹചര്യം നേരിടേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതെ, അത് ഞാൻ പറയാൻ വരുമ്പോഴും പക്ഷേ കയ്യിലിരിപ്പ് ഈ പണ്ട് ജയപ്രകാശ് നാരായണൻ പറഞ്ഞല്ലേ ഇന്ദിരാഗാന്ധിയെ കുറിച്ച്, വിനാശകാലേ വിപരീത ബുദ്ധി. ഓർക്കുന്നുണ്ടോ? ഞാൻ നികേഷിന്റെ ഇതേ ചാനലിൽ പറഞ്ഞതാണ്, നികേഷ് അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ്, ജോർജിന്റെ വഴി ശരിയല്ല, ജോർജിന്റെ പോക്ക് ശരിയല്ല, ഇത് ജോർജിന്റെ രാഷ്ട്രീയം തെറ്റി, ജോർജ് രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നികേഷ് ഓർക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ജോർജിന് അപകടം പറ്റി. ഒരു ആത്യന്തികമായ ഒരു സത്യം കറന്റ് കേരള രാഷ്ട്രീയത്തിലുണ്ട് നികേഷ്. അതായത് പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും രണ്ട് മുന്നണികളിലെ അതികായന്മാരായ നേതാക്കന്മാരാണ്. ഈ രണ്ട് വ്യക്തികളെയും മാന്താനോ ചൊറിയാനോ നിന്നാൽ പാഠം പഠിക്കും. ആദ്യം ജോർജ് ഇടതുമുന്നണിയിൽ നിന്ന് പിണറായിക്കിട്ട് വേല വെക്കാൻ നോക്കി. അവിടെ ദയനീയമായി അദ്ദേഹം പരാജയപ്പെട്ടു. രണ്ടാമത് ഉമ്മൻചാണ്ടിക്കിട്ട് പണിയാൻ നോക്കി. ഇപ്പോൾ അതിൻ്റെ ദുരന്ത ഫലമാണ് ജോർജ് അനുഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പലരും പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പരിഗണിച്ചില്ല, മുഖവിലക്കെടുത്തില്ല. തീർച്ചയായിട്ടും രാജി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമ്മുടെ MN വിജയനും പറഞ്ഞിട്ടുണ്ടല്ലോ, രാജി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ രാജിയിലൂടെ ജോർജിന് ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് സന്തോഷം ഉണ്ടാവും. അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ജോർജിന്റെ മുമ്പിൽ ഉയർന്നു. PC ജോർജ്, താങ്കൾ ഭാവിയിലേക്ക് നോക്കുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും ഒരു തുരുത്തുപോലെ വെളിച്ചം എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എനിക്ക് ഇത് കൂടെ രാഷ്ട്രീയ നിരീക്ഷകന്മാരെ കൊണ്ടൊന്നും നിരീക്ഷണം നടത്തിച്ച് PC ജോർജ്, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ആദ്യഘട്ടത്തിൽ PC ജോർജിന് വേണ്ടി ഘോരം വാദിക്കുകയായിരുന്നു ജേക്കബ് ജോർജ്. അപ്പോൾ താങ്കൾ ഫോണിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ചോദ്യത്തിലാണ് ഇപ്പോൾ താങ്കൾ കേട്ട ഭാഗം പറഞ്ഞത്. അതുകൊണ്ട് ഏകപക്ഷീയമായി അദ്ദേഹത്തെ ആക്രമിക്കല്ലേ. PC ജോർജിന് വേണ്ടി വാദിക്കുകയായിരുന്നു ജേക്കബ് ജോർജ്. അതായത് നികേഷ് മനസ്സിലാക്കേണ്ട കാര്യം, ജേക്കബ് ജോർജ് കാണിക്കുന്ന മര്യാദകളല്ലേ. ഞാൻ പിണറായി വിജയനെ ചൊറിഞ്ഞെന്നുള്ള നാണുകെട്ട വർത്താനം എന്തിനാ? ഞാൻ അന്ന് MLA ആയിരിക്കുമ്പോൾ അന്ന് മുന്നിനോടൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ അടുത്തല്ലേ പരാതി കൊടുക്കാൻ പറ്റൂ, പാർട്ടി സെക്രട്ടറിക്ക് അടുത്തില്ല. അന്ന് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA എന്നതിന് ഞാൻ VS അച്യുതാനന്ദന് പരാതി കൊടുക്കുകയും അദ്ദേഹത്തെ മൂന്നാറിൽ കൊണ്ടുപോവുകയും പീരുമേട്ടിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അന്ന് പാർട്ടി അതൊക്കെ നമ്മൾ കുറെ പറഞ്ഞതാണല്ലോ PC ജോർജ്. അത് എനിക്കറിയില്ലല്ലോ അന്ന്. അവിടെ പിണറായി വിജയനെ ചൊറിഞ്ഞെന്നുള്ള വർത്താനം പറഞ്ഞാൽ കേൾക്കുന്നത്. ഇപ്പൊ ഉമ്മൻചാണ്ടിയെ ചൊറിഞ്ഞെന്ന്. അപ്പൊ സത്യം പറയാൻ മേലേ ജേക്കബ് ജോർജ് എന്നാ പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്തു? ഉമ്മൻചാണ്ടിയുടെ കള്ളക്കച്ചവടത്തിനെല്ലാം ഞാൻ കൂട്ടുനീക്കണം. എനിക്കതിന് സൗകര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ കച്ചവടം മുഴുവൻ ഞാൻ ഇനിയിപ്പോ പറയണോ? അപ്പൊ ഉടനെ ചെരുപ്പെടുത്തി കളയും. ഞാൻ പേടിക്കാം. അങ്ങനൊന്നും പേടിക്കുന്നതല്ലേ. അല്ല, ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ഇനി എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ചെറിയ വെളിച്ചം വളരെ ദൂരെയാണെങ്കിൽ പോലും താങ്കൾ കാണുന്നുണ്ടോ? എന്റെ നികേഷ്, നിങ്ങളെപ്പോലെ ആളുകളൊന്നും ചോദിക്കേണ്ടത് ഞാൻ അതും നോക്കുന്നില്ല. എന്റെ നിയോജക മണ്ഡലത്തിൽ ജനം എന്ത് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. എന്റെ ജനത്തോട് ചോദിച്ചു, ജനം പറഞ്ഞു പോടാന്ന് പറയാൻ. മനസ്സിലായില്ലേ? ആ തന്റെ ഇടത്തോട് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. മനസ്സിലായോ? ഈരാറ്റുപേട്ടക്കാരൻ. ആ ഈരാറ്റുപേട്ടക്കാരൻ തന്റെ ഇടം എന്റെ മുഖമത്തിന. ഞാൻ ആരെയും പേടിക്കുന്നതല്ല. ഉണ്ണിയാടൻ എന്തോ പറയാനുണ്ട്. ഉണ്ണിയാടൻ പറയുന്നത് ഇത് നാടകമാണെന്ന്. പക്ഷെ ഉണ്ണിയാടൻ, താങ്കളുടെ വാദം പറയൂ.
ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഇത്രയും നാള് ഒരു കേസിൽ വളരെ കൃത്യമായി അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയും സാക്ഷികളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയ സന്ദർഭമാണെന്നുള്ളത് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആവശ്യമായ തെളിവുകളെല്ലാം നൽകി, മൊഴികളെല്ലാം വന്നു, രേഖകളെല്ലാം വന്നു. ഇദ്ദേഹം ചെയ്ത പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുത്ത ഹർജി പരിപൂർണമായി നിലനിൽക്കുന്നതാണ്, അതനുസരിച്ച് തന്നെ ഒരു വിധി ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് ഏതാണ്ടൊക്കെ ബോധ്യപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമാണിത്. അദ്ദേഹം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്ന ഒരു MLA അദ്ദേഹം മാറും, അദ്ദേഹത്തിന് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൂറായി എടുക്കുന്ന ഒരു ജാമ്യമാണിത്. അല്ല, ഡിസ്ക്വാളിഫൈ ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങളുടെ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള ഒരാള് ഒരു കേസ് നികേഷ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നുകിൽ ഈ കേസ് കൊടുത്ത അതേ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹത്തിന് രാജിവെക്കാമായിരുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കാമായിരുന്നു. അത് ചെയ്തില്ല. അത് ഈ കേസിൽ വളരെ കൃത്യമായി ഈ കേസ് തർക്കിച്ച് ഇതിനകത്ത് ഓരോ നടപടികളും മനസ്സിലാക്കി അദ്ദേഹം ചെയ്യാവുന്നതിന്റെ പരമാവധി ഈ കേസിൽ ചെയ്ത് എല്ലാ നിലയിലും മുന്നോട്ട് പോയി ഇതിന്റെ ഒടുവിൽ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ വിധി കാത്തിരിക്കാൻ ഒരാഴ്ചയുടെ 2 ആഴ്ച കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാത്തിരിക്കാമല്ലോ. അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ എല്ലാ തെളിവുകളും മറ്റു കാര്യങ്ങളും എനിക്ക് ചോദിക്കാനുള്ളത് ഇനി അഥവാ PC ജോർജ് ഇതിനകത്ത് ഏറ്റവും വേസ്റ്റ് ആയത് എന്താണ്? ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടാൽ തന്നെ എന്താണ് കുഴപ്പം? ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നതിനാൽ, വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും എന്നതിനാൽ ധാർമ്മികമായ തീരുമാനമല്ലേ, രാഷ്ട്രീയ ധാർമ്മികത പാലിക്കുകയല്ലേ ജോർജ് ചെയ്തിരിക്കുന്നത്? ഇതിൽ ഒരു ധാർമ്മികതയുമില്ല. ഇത് അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടാകാമെന്ന് തോന്നുന്ന പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമം മാത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പറയും, ഒരു വ്യക്തി ഒരു MLA ഒരു പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, ജയിക്കുന്നു, ആ പാർട്ടിയോട് കൂറുപുലർത്തി നിൽക്കേണ്ട ആളാണ്, മുന്നോട്ട് കൂറുപുലർത്തി നിൽക്കേണ്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരായി ഒരു വിധി ഉണ്ടായാൽ അദ്ദേഹം ഒരു പാർട്ടിയോട് കൂറുപുലർത്തിയിട്ടില്ല, ഒരു മുന്നണിയോട് കൂറുപുലർത്തിയിട്ടില്ല. ആ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചു, ഒരു മുന്നണി നിന്നുകൊണ്ട് മുന്നണിക്കെതിരായി പ്രവർത്തിച്ചു എന്നുള്ളൊരു രേഖ ഉണ്ടാകുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ഒരാളുടെ പൊതുപ്രവർത്തന ജീവിതത്തിൽ അങ്ങനെ രേഖ ഉണ്ടാകുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് നടത്തുന്ന ഒരു ശ്രമമായിട്ട് എനിക്കിതിനെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ബാലകൃഷ്ണപിള്ള 29-ാം തീയതി മാണിയുടെ കാര്യത്തിൽ വിജിലൻസ് കോടതി ഒരു തീരുമാനം പറയും എന്നാണ് നമുക്ക് ഇന്നുവരെ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും PC ജോർജ് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു. മാണിയാണ് അതിൻ്റെ റിസീവിംഗ് എൻഡിലുള്ളത്. മാണിയുടെ കാര്യത്തിൽ 29-ാം തീയതി ഈ മാസം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ കേരള കോൺഗ്രസിന് അതാണ് ആഗ്രഹമെങ്കിൽ ഞാനിതാ പിരിഞ്ഞു പോകാൻ പോകുന്നു എന്ന നിലപാട് PC ജോർജും എടുക്കുന്നു. ഇതിൽ രാഷ്ട്രീയമായ നേട്ടം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഇതാ ഇപ്പോൾ വന്നു കഴിയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വിശകലനത്തിൽ ഇത് PC ജോർജിന് നഷ്ടമുണ്ടാക്കുമോ? അതായത് നിങ്ങൾ ഇപ്പം കേരള കോൺഗ്രസ് B ആയാലും PC ജോർജിൻ്റെ സെക്യുലർ ആയാലും ഇടതുമുന്നണിയിലെ പ്രവേശനം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയമാണ്. ഈ ഘട്ടത്തിൽ ജോർജിൻ്റെ രാജി ജോർജിന് ഗുണം ചെയ്യുമോ? എനിക്ക് അക്കാര്യത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാൻ അവകാശമില്ല. ഞങ്ങൾ മുന്നണിക്കകത്ത് പ്രവേശിച്ചില്ല. ഞങ്ങളിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണ്, അതൊരുമാതിരി ഭേദമായിട്ട് പോവുകയാണ്, അതിന് സംശയമില്ല. ഞാൻ ജോർജിന്റെ കാര്യത്തിലായി, പക്ഷെ ശ്രീധരൻപിള്ള പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. എനിക്ക് അങ്ങനെയോട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ് PS ശ്രീധരൻപിള്ള. പക്ഷെ അദ്ദേഹം ആ ജഡ്ജിയുടെ കാര്യം പറഞ്ഞത് ഇതിന് ബാധകമല്ല. കാരണം ഇതിന് ബാധകമാകുന്ന റൂളുകളും ചട്ടങ്ങളും അനുസരിച്ച് പാർട്ടി സ്വയം വിടുകയോ ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം, ഞാൻ പറയേണ്ട എല്ലാവർക്കും അറിയാം. അങ്ങനെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം. ഇതിനകത്തുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞു വരുന്ന ഒരു ഇലക്ഷനിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ല. ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. പല ജഡ്ജിമെന്റുകളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പല ജഡ്ജിമെന്റുകളും ഇതിനെ സംബന്ധിച്ചുണ്ട്. ജേക്കബ് ജോർജ്, PC ജോർജ് ഇനി അങ്ങോട്ട് ഇറങ്ങുകയാണ്. ബാലകൃഷ്ണപിള്ള ഇതിനകം തന്നെ ഫീൽഡിലുണ്ട്. LDF എന്ന് പറയുന്നതിന് ആ സംവിധാനത്തിന് കുറെ കൂടി ഊർജം പകരാൻ ഇവർക്കാകുമോ? ജോർജിൻ്റെ രാജി ഏതെങ്കിലും തരത്തിൽ LDFന് ഒരു പുത്തൻ ഉണർവാകുമോ? UDFന് അത് ജോർജിനെ കൊണ്ടുള്ള ശല്യം ഏറുകയാണോ ഉണ്ടാവുക? ഞാൻ ജേക്കബ് ജോർജിലേക്ക് കഴിഞ്ഞിട്ട് താങ്കളിലേക്ക്. ജോർജിന് തീർച്ചയായിട്ടും ഈ രാജി ഒരു പുതിയ ഉണർവ് നൽകും. ഇടതുമുന്നണിക്ക് ഉണർവ് നൽകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ PC ജോർജിനെ വ്യക്തിപരമായിട്ട് ഇതുവരെയുള്ള നാശനഷ്ടങ്ങളിൽ നിന്ന് ഒരു തിരിച്ചു വരവ് നടത്താൻ
ഉചിതമായ ഒരു രാഷ്ട്രീയ വഴി തന്നെയാണ് ഈ രാജി. ആ കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം രാജി എപ്പോഴും ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ടുണ്ട്, AK ആന്റണി രാജിവെച്ചിട്ടുണ്ട്. എന്ത് ശക്തമായിട്ടാണ് അവർ തിരിച്ചു വന്നത്? സ്വാഭാവികമായിട്ടും അത്ര ശക്തമായിട്ടല്ലെങ്കിലും PC ജോർജിന് തൻ്റേതായ വഴിക്ക് ഒരു ശക്തമായ അദ്ദേഹത്തിൻ്റെ വഴിക്ക് അദ്ദേഹത്തിൻ്റെ നിലയ്ക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ ഈ രാജി സഹായിക്കും. ഇടതുപക്ഷ മുന്നണിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം തീർച്ചയായിട്ടും വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. ഇടതുപക്ഷ മുന്നണിയിലെ പല നേതാക്കന്മാരുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. BS-ഉമായിട്ട് പഴയ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അതും കൂടെ പാച്ചപ്പ് ചെയ്താൽ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇടതുപക്ഷത്ത് ഒരു ഭാവി ഉണ്ടാകും എന്ന് തന്നെയാണ്. പക്ഷേ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം അദ്ദേഹം പാച്ചപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ഒരു ബന്ധം ദൃഢമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടരുക. ശ്രീ മാലയത്ത് പ്രതാപൻ, കേരള കോൺഗ്രസ് സെക്യുലറിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് ജോർജ് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. സെക്യുലർ നിങ്ങളൊക്കെ കുറേ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ജോർജ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെക്യുലർ എന്ന ഈർക്കിൽ പാർട്ടിക്ക് എന്ത് സാധ്യതയാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത്? തീർച്ചയായിട്ടും ശ്രീ PC ജോർജിന്റെ ഇന്നത്തെ പ്രഖ്യാപനം ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. ദീർഘനാളായിട്ട് ഞങ്ങളുടെ എല്ലാം ആവശ്യമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ളത്. അത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. കാരണം ഒരു മണിവിലാസം രാഷ്ട്രീയ പാർട്ടി, ഒരു മകൻ വിലാസം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി സാങ്കേതികമായിട്ട് പോലും അദ്ദേഹം തുടരുന്നതിനെ വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാണ്. അദ്ദേഹം ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷയുമായി കേരള രാഷ്ട്രീയത്തിൽ അഴിമതിക്കെതിരെയുള്ള ഒരു വലിയൊരു പോരാട്ടത്തിന്റെ പുതിയൊരു പോർമുഖം തുറക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീ PC ജോർജ്, ജോൺ സാറെ ആ അധ്യക്ഷ പദവി തന്നേക്കൂ എന്ന് വിളിച്ചു പറഞ്ഞോ? എനിക്ക് അധ്യക്ഷ പദവി വേണ്ട. ജോൺ സാർ ചെയർമാനായിട്ടിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ തീരുമാനമായിട്ടൊക്കെ പോയാൽ മതി എന്ന് അദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് തന്നെ ഇരിക്കണമെന്നില്ല ആഗ്രഹം. കാരണം സ്പീക്കറായും മന്ത്രിയായും ഒരു കേരള കോൺഗ്രസ് വിശ്വസിപ്പിക്കാതെ 5 അഴിമതിയാരോടും ഇല്ലാത്ത ഒരു നല്ല മനുഷ്യനാണ് TS ജോൺ സാർ. അദ്ദേഹം തന്നെ തുടരുമെന്നാണ് എന്റെ ആഗ്രഹം. അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിൽ കാസർഗോഡ് താങ്കൾ നാളെ മുതൽ കേരള കോൺഗ്രസ് സെക്യുലറിന്റെ വേദിയിൽ ഉണ്ടാകും. ഞാൻ ഇച്ചിരി കടത്തി പറയാം. തിരുവനന്തപുരത്ത് 100 വരെ ഞാൻ ഒരു കെട്ടിടം തന്നെ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞ്. വാടകയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരാൾ പറഞ്ഞ സൗജന്യമായിട്ട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞിരിക്കുക. ഒരു നല്ല മനുഷ്യൻ. അതൊക്കെ എന്താണ് 2 കെട്ടിടം കണ്ടു. അതിലേത് കെട്ടിടത്തിലേക്ക് മാറുന്നതിന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. തിരുവനന്തപുരത്ത് കെട്ടിടം എടുത്തു എന്ന് പറയുമ്പോൾ സംസ്ഥാന സമിതിയുടെ ആഫീസായി അല്ല, എനിക്ക് താമസിക്കാൻ വന്നാൽ കിടക്കണ്ടേ. ക്രിസ്തുമസ് മാത്രം കിടക്കാൻ നാണക്കാട്ടില്ലേ. അതുകൊണ്ട് ഒരു കെട്ടിടമൊക്കെ എടുത്ത് ബുക്ക് ചെയ്തു. അപ്പൊ എന്ന് രാജ്യത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പക്ഷേ രാജിവെക്കാൻ MLA-മാർക്ക് 15 രൂപ നിരക്കിൽ MLA ക്വാർട്ടേഴ്സിൽ താഴെ റൂം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കട്ടെ. ഇപ്പൊ തക്കാളി ഞാൻ അങ്ങനെ പോയി കിടക്കട്ടെ. അവിടെ കിടക്കുന്ന എനിക്ക് വിരോധമില്ല. പക്ഷെ ഒരു പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഈ 15 രൂപയുടെ മുറികൊണ്ട് പറ്റിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടല്ലേ. കാരണം ആളുകൾ വരും, ആളുകളുടെ ഇപ്പൊ ചർച്ചകൾ ഒക്കെ വരുമല്ലോ. ആഴ്ചയിൽ ഒരു 1-2 ദിവസം മാത്രമല്ലേ അങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ ഒരു മുറി പോരാന്ന് എന്റെ മനസ്സാക്ഷി പറയുന്നു. ഇവര് നോക്കട്ടെ, കെട്ടിടം എടുക്കുകയാണ്, മുറി ഒരെണ്ണം വേണേ എടുത്തേക്കാം. നമുക്ക് അവിടെയും വന്ന് കൂടാൻ, നമുക്കെല്ലാം കൂടെ കൂടാന്നേ. ശ്രീധരൻപിള്ള, PC ജോർജിന്റെ പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഭാവിയുണ്ടോ? അല്ല, PC ജോർജ് കേരള രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെതായ ഒരു മാർക്കിംഗ് ഉള്ള ലീഡറാണ്. കാരണം ഞാനതിൽ വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ മാർക്കിംഗ് ഉള്ള ലീഡറെ സംബന്ധിച്ച് അത് ഏത് മുന്നണി നിന്നാലും ഏത് പാർട്ടി നിന്നാലും ആ മാർക്കിംഗ് അവിടെ ഉണ്ടാവും. മാത്രമല്ല അനുഭവജ്ഞാനമുള്ള നേതാവാണ്. ഈ രാഷ്ട്രീയത്തിൽ വേണ്ട അനുഭവജ്ഞാനമാണ്. അതുകൊണ്ട് ഈ 2 മുന്നണികളെയും തൂക്കാനും എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ച ആളാണ്. അദ്ദേഹത്തിന് 2 മുന്നണി അല്ലെങ്കിൽ വേറെയും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിനകത്തിൽ ഏതായാലും ശക്തമായിട്ട് അഴിമതിക്കെതിരായ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അഴിമതിക്കെതിരായ പോരാട്ടമായിട്ട് ആര് വന്നാലും അവരെ കേരളം സ്വീകരിക്കണം എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. 2 മുന്നണി അല്ലാതെ വേറെ മുന്നണി ഉണ്ടല്ലോ എന്നാണ് ശ്രീ PS ശ്രീധരൻപിള്ള പറയുന്നത്. ശ്രീ PC ജോർജ്, ഇലക്ഷന് മുമ്പ് താങ്കൾ നരേന്ദ്രമോദിയുടെ ബനിയൻ ഇട്ട ആളാണ്. അങ്ങോട്ടൊരു നോട്ടം ഉണ്ടോ? ആവശ്യമില്ലാത്ത ചർച്ചയൊന്നും വേണ്ട. ഞാൻ ബനിയൻ ഇട്ടില്ല. ബനിയൻ സമ്മാനമായിട്ട് കൊടുത്തതുള്ളൂ. എന്തിനാ വേണ്ടാത്ത വർത്താനം പറയുന്നത്? എനിക്ക് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഇപ്പോൾ ഞാൻ ഇടപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സഹകാരി എന്ന നിലയിലാണ് പോകുന്നത്. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അതിനകത്ത് ഇനി വേറെ വിഷമൊന്നും ഒരു കലർപ്പും ഉണ്ടാകില്ല. വളരെ നന്ദി ശ്രീ PC ജോർജ്. ഒപ്പം തന്നെ തോമസ് ഉണ്ണിയാടൻ, മാലയത്ത് പ്രതാപൻ, PS ശ്രീധരൻപിള്ള, ജേക്കബ് ജോർജ്, എഡിറ്റോറിയൽ സഹകരിച്ചതിന്.